ചുരുക്കത്തിൽ ഒയാസിസ് എന്ന കമ്പനി ഈ സ്ഥലം വാങ്ങിയതും അനുമതി തേടിയതും അടക്കമുള്ള കാര്യങ്ങൾ അത്രയും എത്തുന്നതുവരെയും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചു. എന്നാൽ അനുമതി നൽകിയത് മുതൽ സർക്കാരും കമ്പനിയും പറയുന്ന ജലലഭ്യതയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ നാട്ടുകാർക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഇതെല്ലാം രഹസ്യമായി വെച്ചു എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ചോദ്യവും. എങ്ങനെയാണ് ഒയാസിസ് കമ്പനി ഇവിടെ എത്തിയത്? 26 ഏക്കറോളം സ്വന്തമാക്കിയത് അതെന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചു? ഒടുവിൽ അനുമതി കിട്ടുന്നതുവരെ പുറത്താരും അറിയാതെ പഞ്ചായത്ത് പോലും എന്തുകൊണ്ട് ഈ കാര്യം അറിയാതെ പോയി? AK അഭിലാഷ് സ്ഥലത്തു നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. ഭൂഗർഭ ജലശോഷണം ഏറ്റവും ഗുരുതരമായ ചിറ്റൂർ മേഖലയിലാണ് ഈ ഏലാപ്പുള്ളി ഉള്ളത്. അതായത് അണ്ടർ വാട്ടർ ലെവൽ ഏറ്റവും ക്രിട്ടിക്കലായ സ്ഥലം. ഈ സ്ഥലത്താണ് ഇപ്പോൾ പുതിയ ബ്രൂവറി സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുന്നത്. നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ സ്ഥലത്താണ് ബ്രൂവറി സ്ഥാപിക്കുന്നത്. 22 ഏക്കറോളം സ്ഥലം ഇപ്പോൾ ഇവർ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 24 ഏക്കർ സ്ഥലം ഇവരുടെ കൈവശമുണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിന് പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം വേണമെന്നാണ് പറയുന്നത്. ഇത് വാട്ടർ അതോറിറ്റി ലഭ്യമാക്കുമെന്നുള്ള അവകാശവാദം കമ്പനി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴവെള്ളത്തിലൂടെയും ജലം സംഭരിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. പക്ഷേ അതിനെത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ചോദ്യചിഹ്നമായി തന്നെ ഉയർന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടന്നതായി നമുക്കറിയില്ല. ഇപ്പോൾ ഈ പദ്ധതി മേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഈ കനാലിലൂടെയാണ്. ഈ കനാലിലെ കൈവഴിയിലൂടെയാണ് ഇപ്പോൾ താഴ്ഭാഗത്തേക്കുള്ള കൃഷിഭൂമിയിലേക്കും അതോടൊപ്പം തന്നെ ഈ പദ്ധതി പ്രദേശത്തിന് മറുഭാഗത്തേക്കുള്ള സ്ഥലത്തേക്കും വെള്ളം എത്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ഈ കൈവഴിയിൽ നിന്നുള്ള വെള്ളം തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു ആക്ഷേപം കൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ആണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇതിലൂടെ നമുക്ക് കാണാം കോൺഗ്രസിൻ്റെയും BJPയുടെയും കൊടികൾ കുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ എങ്ങനെ വിചാരിച്ചാലും ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് വരാൻ അവരെ സമ്മതിക്കില്ല, കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്നുള്ള കാര്യം കൂടി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജലലഭ്യത പ്രധാനപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് കൃഷിഭൂമിയുണ്ട്. ആ കൃഷിഭൂമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ട്. മറുഭാഗത്ത് ഈ ഭൂമി വിട്ടു നൽകുമ്പോൾ ചില ആളുകളുടെ ഭൂമി കൂടി അധികമായി വിട്ടു നൽകേണ്ടി വന്നു, അല്ലെങ്കിൽ കൈയടക്കി എന്നുള്ള ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതായത് ഭൂമാഫിയയുടെ പ്രവർത്തനമടക്കം ഇതിൽ സംശയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഭൂമാഫിയ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതിൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്.